ആധുനിക രീതിയിൽ നിർമ്മിച്ച വണ്ടൻമേട് വാലുമേട് 59 നമ്പർ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടൻമേട് വാലുമേട് സ്വദേശി ചന്ദ്രശേഖർ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ആധുനിക രീതിയിലുള്ള അങ്കണവാടി നിർമ്മിച്ചത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 27 ലക്ഷം രൂപയാണ് കെട്ടിടത്തിനായി അനുവദിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം രാജാ മാട്ടുകാരൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 60% ആളുകളും അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് രാവിലെ തൊഴിലിന് പോകുമ്പോൾ കുട്ടികളെ ആശ്രയിച്ച് അംഗൻവാടി ടീച്ചറിനെയും ഹെൽപ്പറിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ സ്കൂളിൽ അംഗൻവാടികൾ വിടുകയാണ്. പിന്നെ അത് പണി കഴിഞ്ഞ് വരുമ്പോഴാണ് തിരികെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ പല സ്കൂളുകളും ഞാൻ അംഗൻവാടികൾ പ്രത്യേകിച്ച് ടീച്ചർമാരോട് പറയുന്ന ഒരു കാര്യമാണ്, ഈ അംഗൻവാടിയുടെ പരിസരങ്ങൾ ഏറ്റവും നല്ല വൃത്തിയാക്കുക. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 3 അംഗൻവാടിയിലെങ്ങാണ്ട് പാമ്പുകൾ കയറി എന്ന് പറഞ്ഞുകൊണ്ടൊരു അപേക്ഷകൾ വരികയും നമ്മളത് നോക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് മതിൽക്കെട്ടിന് ഇടവഴി ഇഴജന്തുക്കൾ കയറുകയും കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമ്മളത് ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. എന്തായാലും വാലുമേട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ നമ്മുടെ രാജാ മാട്ടുകാരൻ ഏതാണ്ട് 30 വർഷം പൂർത്തീകരിക്കുന്ന ഒരു ഭരണസമിതി കാലഘട്ടം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ ഒരു അംഗൻവാടിയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. അങ്കണവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ ചന്ദ്രശേഖരനെയും ഭാര്യ പത്മിയെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി, ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ, INTUC ജില്ലാ റീജിയണൽ എസ്റ്റേറ്റ് പ്രസിഡന്റ് VK മുത്തുകുമാർ, ICDS സൂപ്പർവൈസർമാരായ ശശികല, ബിന്ദു K, അങ്കണവാടി വർക്കർ ജിൻസി ബിബീഷ്, ഹെൽപ്പർ അമ്പിളി ജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു.